നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗോദ്രേജ് ഫ്രിഡ്ജ് വോൾട്ടേജ് വേരിയേഷൻ കാരണം കംപ്ലൈന്റ് ആയത് എങ്ങനെ ശരിയാക്കാം എന്നതാണ്. ഇപ്പോൾ കാണുന്ന ഇൻവെർട്ടർ പിസിബി ഇരിക്കുന്ന ബോക്സിൽ നിന്നാണ് സൗണ്ട് ഉണ്ടായത്. നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം കംപ്ലൈന്റ് എന്താണെന്ന്. ഈ കാണുന്ന ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായി അതിന്റെ രണ്ടു സൈഡിലെയുള്ള ക്ലിപ്പ് ഒന്ന് മുകളിലേക്ക് പൊക്കി കൊടുത്താൽ ഓപ്പൺ ആക്കി കിട്ടും. അതിനുള്ളിലെയാണ് പിസിബി ബോർഡ് ഇരിക്കുന്നത്. നമുക്ക് അതൊന്ന് പുറത്തെടുത്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ബോർഡ് ആണ് കംപ്ലൈന്റ്. ഈ ബോർഡ് കംപ്ലൈന്റ് അയാൽ മാറുന്നതിന് സർവീസ് സെന്ററുകാർ പറഞ്ഞ റേറ്റ് 2500 രൂപയാണ്. ഇതിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ഈ കാണുന്ന ഫ്യൂസും തൊട്ടടുത്തുള്ള റെഡ് കളറിൽ കാണുന്ന റെസിസ്റ്ററും പിന്നെ ഈ കപ്പാസിറ്ററുമാണ്. ബോക്സിനുള്ളിൽ വെച്ച് പൊട്ടിത്തെറിച്ചതിനാൽ കമ്പോണൻസിൽ നിന്നും ഒരു ലിക്വിഡ് വീണിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ കാണുന്ന ഫ്യൂസും VDR റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് മാറേണ്ടത്. അത് കോട്ടയം ടൗണിൽ ഒരു ഇലക്ട്രോണിക്സ് കടയുണ്ട്. കമ്പോണൻസ് അവിടെ ലഭിക്കും. നമ്മൾ റെഡ് കളറിൽ കണ്ട കംപ്ലൈന്റ് ആയ റെസിസ്റ്ററിന്റെ അതേ വാല്യൂ ഉള്ള റെസിസ്റ്റർ ആണ് ഈ ബ്ലൂ കളറിൽ കാണുന്നത്. കപ്പാസിറ്ററും മാറിയിട്ടുണ്ട്. ഇനി ഫ്യൂസും കൂടെ ഇട്ടാൽ നമ്മുടെ PCB ബോർഡ് റെഡി. ഫ്യൂസ് ഇട്ടതിന് ശേഷം ബോർഡ് തിരിച്ചു കണക്ട് ചെയ്യണം. അതിനായി ഈ രണ്ട് കണക്ടേഴ്സ് ഇവിടെ കണക്ട് ചെയ്യണം. ശേഷം ബോക്സിനുള്ളിൽ വെക്കാം. അതിനായി ഈ ബോക്സിന്റെ രണ്ടു സൈഡിലായുള്ള ഗ്രൂവിൽ കയറ്റി വേണം വെക്കാൻ. ഇനി ഇതിന്റെ ക്യാപ്പ് കറക്റ്റ് പൊസിഷനിലാക്കി അടക്കണം. അതുകൂടാതെ ഈ റബ്ബർ ഉപയോഗിച്ചുള്ള ക്യാപ്പും കറക്റ്റായി വെക്കണം. ഇനി ഈ ഭാഗത്ത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിക്കണം. എന്റെ കയ്യിൽ ഉള്ളത് യെല്ലോ കളർ ടേപ്പ് ആയതുകൊണ്ട് ഞാൻ അതാണ് ഒട്ടിക്കുന്നത്. ബ്ലാക്ക് ടേപ്പ് ആണ് ഏറ്റവും നല്ലത്. അവസാനമായിട്ട് അഴിച്ച ഈ ബോക്സ് തിരിച്ചു പിടിപ്പിച്ച ശേഷം നമുക്ക് നോക്കാം ഫ്രിഡ്ജ് ശരിയായോ ഇല്ലയോ എന്ന്. ബാക്കിൽ ഒരു ഗ്രിബ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വേണം സ്ക്രൂ ചെയ്യാൻ. ഫ്രിഡ്ജ് ശരിയാക്കിയപ്പോൾ എനിക്ക് ആകെ ചിലവായത് വെറും 150 രൂപ മാത്രമാണ്. ഇപ്പോൾ എനിക്ക് ശരിക്കും 2350 രൂപ ലാഭം കിട്ടി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.